നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തൃശൂരിൽ മുരളിച്ചേട്ടൻ ഇപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. പരാജയ ഭീതിയെ തുടർന്ന് ക്രോസ് വോട്ടിംഗ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ KPCC യോഗത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഇപ്പോൾ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കെ മുരളീധരൻ. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൊടുകാര്യസ്ഥത ഉണ്ടായി എന്നാണ് മുരളീധരൻ പറയുന്നത്. മുൻ MP TN പ്രതാപനെയും DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്. ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തിരഞ്ഞെടുപ്പ് ചിലവ് ഇരട്ടിയായത് ഇതു കാരണമാണെന്നും അദ്ദേഹം വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് മുരളീധരൻ ആഞ്ഞടിച്ചത്. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പല കൊടുകാര്യസ്ഥതയും ഉണ്ടായി. പ്രതാപനെയും ജോസ് വെള്ളൂരിന്റെയും ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചുവെന്നും ഇതിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുണ്ടായി എന്ന് മുരളീധരൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകളും കണക്കുകളും അതാത് മണ്ഡലങ്ങളിലെ DCC പ്രസിഡന്റുമാർ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ നടന്നത്. ഇതിനിടെയായിരുന്നു കെ മുരളീധരന്റെ രൂക്ഷ വിമർശനവും. തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP TN പ്രതാപനെ തന്നെയായിരുന്നു കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചിരുന്നതെങ്കിലും പത്മജ പാർട്ടി വിട്ടതോടെ തീരുമാനം മാറുകയായിരുന്നു. തുടർന്ന് പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയും തൽസ്ഥാനത്തേക്ക് കെ മുരളീധരൻ എത്തുകയും ചെയ്തു. ഇതിൽ പരാതിയില്ല എന്ന് കാണിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതാപൻ സജീവമായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നുവെന്നാണ് മുരളീധരന്റെ വിമർശനം ചൂണ്ടിക്കാട്ടുന്നത്. തൃശൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക കൊടുകാര്യസ്ഥതയെക്കുറിച്ച് നേരത്തെ പത്മജ വേണുഗോപാലും വെളിപ്പെടുത്തിയിരുന്നു. കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുമെന്നത് അദ്ദേഹത്തിന് തന്നെ വിനയാകുമെന്നും സഹോദരി കൂടിയായ പത്മജ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം മുരളീധരൻ ഉയർത്തിയ വിമർശനം പത്മജയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്.